നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്തെ റേഷൻ കാർഡുകൾക്ക് സ്പെഷ്യൽ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ, അതോടൊപ്പം തന്നെ അധിക റേഷൻ വിഹിതം, സൗജന്യ കിറ്റുകൾ, അതോടൊപ്പം തന്നെ സബ്സിഡി കിറ്റുകൾ, ഇതെല്ലാം തന്നെ ഓണക്കാലത്ത് തയ്യാറാവുകയാണ്. ഓഗസ്റ്റ് മാസം മുതൽ റേഷൻ കടകൾ വഴിയും സപ്ലൈകോ വഴിയും നിരവധി ആനുകൂല്യങ്ങളാണ് കാർഡ് ഉടമകളെ കാത്തിരിക്കുന്നത്. അതുമാത്രമല്ല, BPL റേഷൻ കാർഡുകൾ അർഹതയുള്ളവർ അപേക്ഷ വെച്ചിരുന്നു. 50,000 പേർക്ക് വിതരണം ചെയ്യാൻ തീരുമാനിച്ച സ്ഥാനത്ത് 72,000-ന് മുകളിൽ റേഷൻ കാർഡുകളാണ് ഇപ്പോൾ BPLലേക്ക് തരം മാറ്റി നൽകുന്നതിന് വേണ്ടി സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള നടപടികളും പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വലിയ വലിയ ആനുകൂല്യങ്ങളാണ് കാത്തിരിക്കുന്നത്. റേഷൻ കാർഡുകളിൽ AY വിഭാഗത്തിന് സൗജന്യ കിറ്റിൻ്റെ വിതരണം ഓഗസ്റ്റ് മാസം 10-ാം തീയതി ആരംഭിക്കും. ഓഗസ്റ്റ് 25 മുതൽ ഇത്തരത്തിൽ സൗജന്യ കിറ്റുകൾ 16 ഇനങ്ങളടങ്ങുന്ന 95 ഉൾപ്പെടെ 16 ഇനങ്ങൾ ഏകദേശം 830 രൂപയോളം വില വരുന്ന കിറ്റാണ് നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ക്ഷേമ സ്ഥാപനങ്ങളിൽ അന്തേവാസികൾക്ക് 4 പേർക്ക് ഒരു കിറ്റ് എന്ന രീതിയിലും ആനുകൂല്യം ലഭിക്കും. അതോടൊപ്പം തന്നെ സപ്ലൈകോ അവതരിപ്പിക്കുന്ന അത്തം, ഉത്രാടം, അതോടൊപ്പം തിരുവോണം സ്പെഷ്യൽ കിറ്റുകളുടെ വിതരണവും ഈ ഓണക്കാലത്തുണ്ടാകും. അത് ഏത് റേഷൻ കാർഡിനും കാശ് മുടക്കി വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഡിസ്കൗണ്ടാണ് ഏർപ്പെടുത്തുന്നത്, അതായത് അധിക ഉൽപ്പന്നങ്ങൾ ഏർപ്പെടുത്തും. നമ്മൾ 1000 രൂപയുടെ കിറ്റ് വാങ്ങുമ്പോൾ ഏകദേശം 1228 രൂപയുടെ ഉൽപ്പന്നങ്ങൾ, അത് അത്തം കിറ്റാണ്. 1500 രൂപ മുടക്കി കഴിഞ്ഞാൽ ഏകദേശം 1850 രൂപയ്ക്ക് മുകളിൽ വരുന്ന ഉൽപ്പന്നങ്ങൾ അടങ്ങുന്ന ഉത്രാടം കിറ്റ് ലഭിക്കും. 25 ഇനങ്ങളാണ് കിറ്റിലുണ്ടാവുക. 30 ഇനങ്ങളടങ്ങിയ 2000 രൂപയുടെ തിരുവോണം കിറ്റുണ്ട്. ഇത് നമുക്ക് 2550 രൂപയ്ക്ക് മുകളിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും. പക്ഷേ 2000 രൂപ കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇങ്ങനെ പ്രത്യേകതരം കിറ്റുകൾ സർക്കാർ ഈ ഓണക്കാലത്ത് സപ്ലൈകോ വഴിയും വിതരണം ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ പെൻഷൻ വിതരണം പുരോഗമിക്കുകയാണ്. ഓഗസ്റ്റ് മാസം 3-ാം തീയതിയോടെ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം പരിപൂർണമായിട്ട് അവസാനിക്കുന്നതായിരിക്കും. ബാക്കി തുക വിതരണം ചെയ്യാൻ സാധിക്കാത്ത തുക സർക്കാർ നിർദ്ദേശിക്കുന്ന അക്കൗണ്ടിലേക്ക് തിരികെ ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ് എന്ന അറിയിപ്പും വന്നിട്ടുണ്ട്. അപ്പോൾ ആനുകൂല്യം ഇതുവരെ ലഭിക്കാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി കേന്ദ്ര വിഹിതവും കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുള്ളതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ജീവനക്കാരാണ് അതിൻ്റെ കാര്യങ്ങൾ ഏകോപിപ്പിക്കേണ്ടത്. അത് നമ്മുടെ ആധാറുമായിട്ട് CD ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക ഇടുക. 200 രൂപ, 300, 500 എന്നിങ്ങനെയാണ് കേന്ദ്ര വിഹിതം ലഭിക്കുന്നത്. നമ്മളുടെ സംസ്ഥാനത്ത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ എന്നീ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്കാണ് കേന്ദ്ര വിഹിതമായിട്ട് 200 രൂപ മുതൽ 500 രൂപ വരെ ലഭിക്കുന്നത്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ സെൻസസ് നടപടികൾ പൂർത്തിയായി വരികയാണ്. ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്ന വീടുകളുടെ കണക്കെടുപ്പും വിവരശേഖരണമൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ വീടുകളിലും ഇതിനോടകം തന്നെ വന്നു കാണും. ഉദ്യോഗസ്ഥർ വരുമ്പോൾ അവരുമായിട്ട് സഹകരിക്കുക. 34ഓളം വരുന്ന ചോദ്യാവലികളിൽ നിന്ന് കൃത്യമായിട്ട് ചോദ്യങ്ങൾ അവർ ചോദിച്ച് അതിനുള്ള മറുപടി കൃത്യമായിട്ട് അവരോട് പറയുകയും വേണം. കൃത്യമായിട്ട് അവർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് സ്ഥിരീകരിച്ചായിരിക്കും രേഖപ്പെടുത്തുക. ഇത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും തന്നെ സഹകരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ കെട്ടിടങ്ങളുണ്ടെങ്കിൽ അത്തരം വിവരശേഖരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും. കെട്ടിടങ്ങളുടെ വിവരശേഖരണ സമയത്ത് 6ഓളം വരുന്ന ചോദ്യാവലികളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സെൻസസ് ആദ്യഘട്ട നടപടികളാണിത്. ഇനി 2027 ഫെബ്രുവരി മാസമായിരിക്കും ജനസംഖ്യാ കണക്കെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തപ്പെടുന്നത്. ആദ്യഘട്ടത്തിലുള്ള വീടുകളുടെ കണക്കെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട 3 അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.